നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മരിച്ച നവീൻ തോമസ് ഒരു വൈദികനെയും 2 സുഹൃത്തുക്കളെയും തന്റെ ആശയത്തിലേക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വൈകാതെ പ്രളയം വരും, ഈ ഭൂമി നശിക്കും, അതിനു മുമ്പ് ഹിമാലയത്തിൽ അഭയം തേടണം, അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കി മറ്റൊരു ഗ്രഹത്തിൽ അഭയം തേടണമെന്നാണ് മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്തായ ആര്യയും വിശ്വസിച്ചിരുന്നത്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ ദേവിയിലേക്കും ആര്യയിലേക്കും പകർത്തുന്നത് ആയുർവേദ ഡോക്ടർ കൂടിയായ നവീനാണ്. സുഹൃത്തുക്കളായ 2 ഡോക്ടർമാരെയും ഒരു വൈദികനെയും ഈ ആശയത്തിലേക്ക് സ്വാധീനിക്കാൻ നവീൻ പരമാവധി ശ്രമിച്ചിരുന്നു. വൈദികൻ ഈ ആശയങ്ങളിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി. പക്ഷേ നവീൻ ആ സൗഹൃദം ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളായി മുന്നോട്ട് തന്നെ പോയി എന്ന് പോലീസ് പറയുന്നു. അരുണാചലിലെ ഹോട്ടൽ മുറിയിലാണ് നവീൻ, ദേവി, ആര്യ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേവിയുടെയും ആര്യയുടെയും കൈഞ്ഞരമ്പുകൾ മുറിച്ചത് ബലപ്രയോഗത്തിലൂടെ അല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. 2 പേരും ജീവനൊടുക്കാൻ തയ്യാറായിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. 2 പേരുടെയും ഞരമ്പ് മുറിച്ച ശേഷമാണ് നവീൻ ജീവനൊടുക്കിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതീന്ദ്രിയ ചിന്തയ്ക്കും സാത്താൻ സേവയ്ക്കും നവീനായിരുന്നു ആദ്യമേ അടിമയായത്. പിന്നീട് ഭാര്യ ദേവിയെയും കൂട്ടുകാരി ആര്യയും ഇതിലേക്ക് ആകർഷിച്ചു. തിരുവനന്തപുരം പങ്കജകസ്തൂരി ആയുർവേദ കോളേജിലായിരുന്നു നവീനും ദേവിയും പഠിച്ചത്. ഇതിനിടെയുള്ള പ്രണയമാണ് ഇവരുടെ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആയുർവേദ ഡോക്ടർ ആകാനുള്ള പഠന സമയത്ത് തന്നെ നവീൻ തോമസ് അന്യഗ്രഹ ചിന്തയിലേക്ക് അടിമപ്പെട്ടിരുന്നു. നവീൻ 2010 മുതൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും പറയുന്ന വെബ്സൈറ്റുകളിൽ സജീവമായിരുന്നു. 2016 ഏപ്രിലിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് പറയുന്ന മിതി എന്ന വെബ്സൈറ്റിൽ പണം സംഭാവന ചെയ്തിരുന്നുവെന്നും തെളിവുകൾ പുറത്തുവന്നു. മിതി എന്ന സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേരിലാണ് ഈ യൂട്യൂബ് ചാനലും വെബ്സൈറ്റും പ്രവർത്തിക്കുന്നത്. ഇതിൽ 2019ലും 2020ലും നവീൻ തോമസ് സംശയങ്ങൾ ചോദിച്ചതിന്റെയും അതിന്റെ മിതി മറുപടി പറയുന്നതിന്റെ രേഖകൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ചാണ് ആര്യയെയും നവീൻ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്. ലാപ്ടോപ്പും മൊബൈലുകളും പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളുമായി ഒത്തുപോകുന്നതാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ തെളിവുകൾ. ഇനിയും കുറച്ചുപേരുടെ മൊഴിയെടുക്കണമെന്നും ഇന്ന് അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നുമാണ് പോലീസ് വിശദീകരണം. മൂവരുടെയും മരണത്തിലേക്ക് നയിച്ച വിചിത്ര വിശ്വാസത്തിന്റെ പ്രേരണയിൽ മറ്റാർക്കും പങ്കില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഡോൺ ബോസ്കോ എന്ന വ്യാജ പേരുപയോഗിച്ച് ആര്യ ആണ് ഇത് ഉപയോഗിച്ചതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ആര്യയും നവീനും ദേവിയും തമ്മിൽ വ്യത്യസ്ത പേരുകളിൽ ചാറ്റ് ചെയ്തത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. നവീൻ നേരത്തെ അരുണാചലിൽ പോയി പർവ്വതാരോഹണം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചിരുന്നു. തുടർന്ന് തിരിച്ചെത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ, ടെന്റ്, പാത്രങ്ങൾ എന്നിവ ഓൺലൈനായി വാങ്ങി. ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തു. 1.5 വർഷം മുമ്പ് അരുണാചലിലെ ഈസ്റ്റ് കാമെങ് ജില്ലയിൽ നവീനും ഭാര്യ ദേവിയും പോയിരുന്നു. അവിടെ ബുദ്ധവിഹാരങ്ങളിലെത്തി പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ച് തിരക്കിയിരുന്നു. ആഭിചാര കർമ്മങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും അവിടുത്തെ കർമ്മങ്ങളെക്കുറിച്ചും നവീൻ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.